श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्दा राधा कान्दा नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे मुखं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം നമ്മൾ പ്രഥമസ്കന്ധമാണ് പഠിക്കുന്നത്. അധ്യായം 7 11 ശ്ലോകം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. വ്യാസദേവൻ ധ്യാനത്തിലിരിക്കുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം കൃഷ്ണൻ ഭഗവാനെ കാണുന്നു, ധ്യാനത്തിൽ ഭഗവാനെ കാണുന്നു, മായയെ കാണുന്നു. അതേപോലെ തന്നെ ജീവാത്മാക്കൾ, അതായത് മായയുടെ പിടിയിൽപ്പെട്ട് അല്ലെങ്കിൽ ത്രിഗുണങ്ങളുടെ പിടിയിൽപ്പെട്ട് അനുഭവിക്കുന്ന ആ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ജീവാത്മാക്കളെയും അദ്ദേഹം കാണുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഈ ജീവാത്മാക്കൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ ബുദ്ധിമുട്ടിൽ നിന്ന്, ക്ലേശങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അല്ലെങ്കിൽ രക്ഷ നേടാൻ വേണ്ടി ഒരേയൊരു മാർഗമേ ഉള്ളൂ, അത് ഭക്തിയോഗമാണ് എന്നുള്ളത് അദ്ദേഹം ആ ധ്യാനത്തിൽ അദ്ദേഹം ഇതും കാണുന്നുണ്ട്. അദ്ദേഹം അതിനുള്ള, അതായത് പ്രോബ്ലം കാണുന്നു, അതിൻ്റെ സൊല്യൂഷനും അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അനർത്ഥോപശമം സാക്ഷാത് ഭക്തിയോഗം അധോക്ഷജേ, അതാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം പറയുന്നു ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം. അപ്പോൾ ഭാഗവതം ശില വ്യാസദേവൻ കമ്പൈൽ ചെയ്യുന്നത്, അദ്ദേഹം നമുക്ക് വേണ്ടി ചിട്ടപ്പെടുത്തി തരുന്നത് ഈ ബുദ്ധിമുട്ടുന്ന, ഈ പറയുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ജീവാത്മാക്കൾക്കൊരു രക്ഷയായിട്ടാണ് അദ്ദേഹം ഭാഗവതം ചിട്ടപ്പെടുത്തി തന്നിട്ടുള്ളത്. അതിനുശേഷം ഭാഗവതം കേൾക്കുന്നതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപുരുഷേ ഭക്തിർ ഉത്പത്യതേ പുംസ. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, ഭക്തി, ഇവിടെ കൃഷ്ണപ്രേമമാണ് ഹൃദയത്തിൽ ജനിക്കുന്നത്. ഇവിടെ ഭക്തി ഉത്പത്യത എന്ന് പറയുമ്പോൾ ശീല ചക്രവർത്തിപാദൻ്റെ ഡെഫിനിഷൻ പ്രകാരം പ്രേമഭക്തിയാണ് ഹൃദയത്തിൽ വരുന്നത്. മാത്രമല്ല കൂട്ടത്തിൽ ശോകം, മോഹ, ഭയം എല്ലാം തന്നെ നശിച്ചു പോകുന്നു. ഇത്രയും നമ്മൾ കണ്ടു. അതിനുശേഷം വ്യാസദേവൻ ശീല ശുകദേവ് ഗോസ്വാമിക്ക് ശ്രീമദ് ഭാഗവതം പഠിപ്പിക്കുന്നു. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വ്യാസദേവൻ ഈ ശ്രീമദ് ഭാഗവതം അനുക്രമ്യ, അതായത് അദ്ദേഹം ഓൾറെഡി ഇത് രചിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒന്നും കൂടെ അതിനെ ചിട്ടപ്പെടുത്തുന്നു, ഒന്നുകൂടെ ചിട്ടപ്പെടുത്തി അനുക്രമിക്കുന്നു, അത് റിവൈസ് ചെയ്യുന്നു അതിനെ. നാരദമുനിയുടെ നിർദ്ദേശത്തിന് ശേഷമാണ് ഇത് നടക്കുന്നത്. അതിനുശേഷമാണ് ശുകദേവ് ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ
അപ്പോൾ ഒരു ചോദ്യം വരുന്നു. ശൗനക ഋഷി ചോദിക്കുന്നു സൂത ഗോസ്വാമിയോട്, ശുകദേവ് ഗോസ്വാമി എന്തായാലും അല്ലെങ്കിൽ ഓൾറെഡി അദ്ദേഹം ഒരു മുക്താത്മാവാണ്, ആത്മാരാമനാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് ഭാഗവതം പഠിക്കുവാനുള്ള അല്ലെങ്കിൽ ഭാഗവതം പഠിക്കാനുള്ള കഷ്ടപ്പാട് അദ്ദേഹം എന്തുകൊണ്ട് എടുത്തു, എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു? അപ്പോൾ സൂത ഗോസ്വാമി പറയുന്നു, ആത്മാരാമശ്ചമുനയോ നിർഗ്രന്ഥ അപ്പി ഉരുക്രമേ കുർവന്തി ഹൈത്തുകി ഭക്തിം ഇത്തം ഭൂത ഗുണോഹരി. അവിടെ പറയുന്നു, ഈവൻ മുക്താത്മാക്കൾക്ക് പോലും, ആത്മാരാമാവട്ടെ, മുനികളാവട്ടെ, മുക്താത്മാക്കളാവട്ടെ, ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ളവരാവട്ടെ, അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഭഗവാൻ ഹരിയുടെ അതീന്ദ്രിയമായിട്ടുള്ള നാമരൂപ ഗുണലീലകളോട് ഒരു ആകർഷണം തോന്നുന്നു. മാത്രമല്ല അവർ പരിശുദ്ധമായിട്ടുള്ള അഹൈതുകമായിട്ടുള്ള ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നു. അത്രമാത്രം മാധുര്യമുണ്ട് എന്നാണ് പറയുന്നത് ഭക്തിയുത സേവനങ്ങൾക്ക്, അല്ലെങ്കിൽ ഭഗവാന്റെ ഗുണങ്ങൾക്ക്, അല്ലെങ്കിൽ നാമരൂപ ഗുണ ലീലകൾക്ക്. അത്രയും നമ്മൾ കണ്ടു. പിന്നീട് പറയുന്നു ശുകദേവ് ഗോസ്വാമി, ഹരേർ ഗുണാക്ഷിപ്തമതിർ, ഭഗവാന്റെ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം കണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അദ്ദേഹം അതിൽ മുഴുകിയിരിക്കുകയാണ്. ഭഗവാന്റെ ഗുണങ്ങൾ കേട്ട്, ഭഗവാന്റെ ക്വാളിറ്റീസ് കേട്ട് അദ്ദേഹം അതിൽ മുഴുകിയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ആ ഒരു ഭാവത്തിലാണ് ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം അദ്ദേഹം പഠിക്കുന്നത്. ആരിൽ നിന്ന്? അദ്ദേഹത്തിൻ്റെ അച്ഛൻ വ്യാസദേവനിൽ നിന്ന്. അപ്പോൾ അവിടെ പറയുന്നു ശുകദേവ് ഗോസ്വാമിയെക്കുറിച്ച്. അപ്പോൾ ശുകദേവ് ഗോസ്വാമിയുടെ ക്വാളിറ്റീസാണ് പറയുന്നത്. ഹരേർ ഗുണാക്ഷിപ്തമതിർ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഭഗവാന്റെ ഗുണങ്ങൾ, നാമരൂപ ഗുണലീലകൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല കൂട്ടത്തിൽ അദ്ദേഹം വിഷ്ണു ജനപ്രിയ, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു, ഭഗവാന്റെ ഭക്തർക്ക് എല്ലാവിധ നല്ല ക്വാളിറ്റീസും എല്ലാവിധ ഗുണങ്ങളും സവിശേഷമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും കിട്ടുന്നു. എല്ലാ ഗുണങ്ങളും അവർക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആകർഷണം തോന്നും അങ്ങനെയുള്ള ഭക്തരോട്. യസ്യാസ്തി ഭക്തിർ ഭഗവതി അകിഞ്ചന സർവേർ ഗുണൈസ്തത്ര സമാസത്തെ സുര. എല്ലാ ഗുണങ്ങളും, ദേവതമാരുടെ ഗുണങ്ങളെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എല്ലാവിധ നല്ല ഗുണങ്ങളും ഭക്തർക്ക് ഉണ്ടാവുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ള ആളുകൾ എല്ലാവർക്കും ആകർഷണം തോന്നുന്നു അങ്ങനെയുള്ളവരോട്, ഭക്തരോട്. അതാണ് പറയുന്നത്. ഇനി 12ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് നമ്മൾ നോക്കുന്നു. ഇനി തീം മാറുന്നു. ഇതുവരെ ഇത്രയും പറഞ്ഞതിന് ശേഷം ഇവിടെ ഇനി പാണ്ഡവരെക്കുറിച്ച് കഥയിലേക്ക് വീണ്ടും കടക്കുന്നു. കാര്യം അശ്വത്ഥമാവ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് ഇവിടെ ഇനി കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. കഥയാണ്, ഇനി സ്റ്റോറിയാണ് കുറച്ച് നേരത്തേക്ക്. പരീക്ഷിതോതരാജശ്രീർ ജന്മകർമ്മ വിലാപനം സംസ്ഥാം ച പാണ്ഡുപുത്രാണാം വക്ഷ്യേ കൃഷ്ണകഥോദയം. ജയദായിനി രാധാ മാതാജി. കൃഷ്ണ. പരീക്ഷിതോധ രാജർഷേർജന്മകർമ്മ വിലാപനം സംസ്ഥാം ച പാണ്ഡുപുത്രാണാം ഭക്ഷ്യേ കൃഷ്ണകഥോദയം. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ശൗനക ഋഷിയുടെ നേതൃത്വത്തിലുള്ള ഋഷിമാരെ സൂത ഗോസ്വാമി ഇപ്രകാരം അഭിസംബോധന ചെയ്തു. ഞാൻ ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതീന്ദ്രിയവും ആത്മജ്ഞാനപരവുമായ ആഖ്യാനങ്ങളെയും രാജർഷിയായ പരീക്ഷിത് മഹാരാജാവിന്റെ ജന്മം, കർമ്മം, പരിത്രാണം എന്നീ വിഷയങ്ങളെയും കുറിച്ച് മാത്രമല്ല, പാണ്ഡുപുത്രരുടെ ലോകജീവിത നടപടിയാൽ പരിത്യാഗത്തിനു ഹേതുവായ വിഷയങ്ങളെ കുറിച്ചും പ്രതിപാദിക്കാൻ ആരംഭിക്കാം. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ സൂത ഗോസ്വാമി പറയുന്നു, ഞാൻ ഇനി ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പറയാൻ പോകുന്നു. ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മം, അതേപോലെ തന്നെ ഭഗവാൻ കൃഷ്ണനെ കുറിച്ചുള്ള കാര്യവും, അതേപോലെ തന്നെ പരീക്ഷിത് മഹാരാജാവിൻ്റെ ജന്മവും ബാക്കിയെല്ലാം. അത് ഭഗവാന്റെ കഥകൾ എന്ന് പറയുമ്പോൾ ഇവിടെ
ഭഗവാന്റെ ജന്മത്തെക്കുറിച്ച് 10ാമത്തെ സ്കന്ധത്തിലാണ് പറയുന്നത്. എന്നാൽ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കഥകളാണ് ഇനി, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് പറയാൻ പോകുന്നത്. പരീക്ഷിത് മഹാരാജാവിൻ്റെ ജന്മത്തെക്കുറിച്ചും അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതെല്ലാം, പിന്നെ പാണ്ഡവർ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നതും, ഇതെല്ലാമാണ് ഇനി വരാൻ പോകുന്ന ഈ 1ാമത്തെ സ്കന്ധത്തിൽ ഇനി മുന്നോട്ട് കാണുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ സൂത ഗോസ്വാമി അതിനെക്കുറിച്ച് വിവരിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം ഇവിടെ പറയുന്നു. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, പുരാണങ്ങൾ, മഹാഭാരതം, ഇതിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു ചരിത്രം കാണാം അല്ലേ? എന്നാൽ ഈ ചരിത്രം ഇത് വെറും ഒരു ചരിത്രമല്ല. നമ്മൾ സ്കൂളിൽ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന പോലെയല്ല ഈ ചരിത്രം. ഇവിടെ ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, ഭഗവാനുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം അതീന്ദ്രിയ തലത്തിലുള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ വെറും ഒരു ചരിത്രമല്ല ഇത്, മറിച്ച് അതീന്ദ്രിയ തലത്തിലുള്ള ചരിത്രങ്ങളാണ്, നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊന്നും കെട്ടുകഥകളോ ഊഹാപോഹങ്ങളോ അല്ല. പലവർക്കും, അല്ലെങ്കിൽ ഈ ഭക്തിമാർഗത്തിൽ ഇല്ലാത്തവർക്ക് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണിത്. അവർ പറയും, ഇതൊക്കെ ശരിക്കും നടന്നതാണോ? ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ? സത്യമാണോ? ഇതൊക്കെ കഥയല്ലേ? അങ്ങനെ പറയുന്നവരുണ്ട്. ഈവൺ എന്തിനു പറയണം, ഭാഗവതം പറയുന്ന അല്ലെങ്കിൽ പ്രവചനം ചെയ്യുന്നവർ പോലും ചിലപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറയും, ഭാഗവതം എല്ലാം കഥകളെല്ലാം, അല്ലെങ്കിൽ ഇതിലെ പറയുന്ന ഭാഗവതത്തിലെ കഥകളും എല്ലാം പറഞ്ഞതിന് ശേഷം പറയും ഇതൊക്കെ ഒരു സാങ്കല്പികമാണ്. അങ്ങനെ ഒരു കൺക്ലൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? ഇതൊന്നും സാങ്കല്പികമല്ല, ഇതെല്ലാം സത്യമാണ്, നടന്നിട്ടുള്ളതാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. കാര്യം ഭഗവാന്റെ ലീലകൾ അനന്തമാണ്. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. എല്ലായിടത്തും ഭഗവാന്റെ ലീലകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരേ സമയത്ത്. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഭാഗവതത്തിലെ ഡീറ്റെയിൽസ് വ്യാസദേവൻ ഓൾറെഡി കണ്ടതും അതായത് കഴിഞ്ഞ ദ്വാപരയുഗത്തിൽ നടന്നതുമായിട്ടുള്ളതാണ് ഇവിടെ കൂടുതലും പ്രതിപാദിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗവതത്തിൽ. എന്നാൽ ചില ഭാഗത്ത് വേറെ മന്വന്തരത്തിൽ നിന്നും വേറെ കൽപ്പത്തിലെയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാൽ കൂടുതലും പ്രതിപാദിച്ചിട്ടുള്ളത് ഈ അടുത്ത്, അല്ലെങ്കിൽ 5000 വർഷങ്ങൾ മുമ്പ് ദ്വാപരയുഗത്തിൽ നടന്നിട്ടുള്ളതും. കാര്യം സത്യയുഗത്തിലെ കൃഷ്ണൻ്റെ ലീലകളാണ് പറയുന്നത്. സത്യയുഗത്തിലെ ലീലകളോടെ പറയുന്നുണ്ടല്ലോ, പ്രഹ്ലാദനെക്കുറിച്ചും ധ്രുവചരിത്രമൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ദ്വാപരയുഗത്തിൽ നടന്നിട്ടുള്ളതല്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മന്വന്തരത്തിലെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം, ഈ ഒരു മന്വന്തരത്തിലെ നടന്നിട്ടുള്ളതാണ് കൂടുതലും പ്രതിപാദിച്ചിട്ടുള്ളത്. എന്നാൽ വേറെയും കൽപ്പത്തിലെയും പറയുന്നുണ്ട്, വേറെയും ഉണ്ടാവാം ഡീറ്റെയിൽസ്. എനിവേ, അപ്പോൾ അതാണ് ഭാഗവതം. ശ്രീ ചൈതന്യ മഹാപ്രഭു ഇതിനെ അമലപുരാണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാധ്യോ ഭഗവാൻ വ്രജേഷു തനയത് തദ്ധാമ വൃന്ദാവനം രമ്യ കാചിതുപാസന വ്രജവദോ വർഗേന വാ കൽപ്പിത ശ്രീമദ്ഭാഗവതം പുരാണമമലം പ്രേമ പുമർത്തോ മഹാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു മതമിതം തത്രാതരാന പരഃ. മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, ശ്രീമദ് ഭാഗവതം അമലപുരാണമാണെന്ന് പ്രഭുപാദ് ഇവിടെ പറയുന്നു. അതുകൊണ്ട് ഭാഗവതമാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം. ഇനി ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. വ്യാസദേവൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം അദ്ദേഹത്തിന് ഒരു സംതൃപ്തിയും കിട്ടാതെ അവസാനം എഴുതിയിട്ടുള്ളതാണ് ഭാഗവതം. ഇത് ഭാഗവതം അദ്ദേഹം ചിട്ടപ്പെടുത്തിയതിന് ശേഷം, നമുക്ക് തന്നതിന് ശേഷം അദ്ദേഹത്തിന് സമാധാനമായി. കാര്യം ഇതിനപ്പുറത്ത് ഇനിയൊന്നും ഇല്ല. എല്ലാം അദ്ദേഹം ആ പഞ്ചമപുരുഷാർത്ഥമായിട്ടുള്ള പരമശുദ്ധ ഭക്തിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇവിടെ പ്രഭുപാദ് ഇതിനെക്കുറിച്ച് പറയുന്നു. ഇനി വേറൊരു കാര്യം കൂടെ പ്രഭുപാദ് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, ദശമസ്കന്ധത്തിലെ ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകൾക്ക് മാത്രം പ്രാധാന്യമുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന്. എന്നാൽ അത് സത്യമല്ല. പറയുന്നു പ്രഭുപാദ് അതുകൊണ്ട് എടുത്തു പറയുന്നു, ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ്റെ ലീലയാവട്ടെ, പാണ്ഡവരെക്കുറിച്ചാവട്ടെ, അല്ലെങ്കിൽ വേറെ ഭക്തരെ കുറിച്ചാവട്ടെ, ധ്രുവചരിത്രമാവട്ടെ, അല്ലെങ്കിൽ പ്രഹ്ലാദൻ്റെ കഥയാവട്ടെ, ഇതെല്ലാം ഭഗവാനും ഭക്തരും തമ്മിലുള്ള കണക്ഷനുണ്ട് അവിടെ എല്ലാത്തിലും. അപ്പോൾ ഭഗവാനെക്കുറിച്ചുള്ളത് മാത്രം, ഭഗവാന്റെ ലീലകൾ മാത്രമല്ല അശുദ്ധമായിട്ടുള്ളത്, ഭഗവാന്റെ പരിശുദ്ധ ഭക്തരുടെ ലീലകളും അതേപോലെ തന്നെ ഉത്തമമാണ്, വ്യത്യാസമില്ല രണ്ടും തമ്മിൽ എന്ന് പറയുന്നു. പ്രഭുപാദ് പറയുന്നത്
കൃഷ്ണനും ഭഗവാൻ കൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ശുദ്ധഭക്തരും പാണ്ഡവരെ പോലുള്ള ശുദ്ധഭക്തരുടെയും ഒരു ഭാവം നോക്കിക്കഴിഞ്ഞാൽ, ഒരു 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 പൊസിഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണെന്ന് പറയുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തരുണ്ട് കൂടെ. ഭഗവാൻ ഒറ്റയ്ക്ക് എന്ന് പറയുന്ന സംഭവമില്ല. ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും അതിൽ ഭഗവാനും ഭക്തരുമായിട്ട് കണക്റ്റഡ് ആണ്. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നതും. ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ എപ്പോഴും കൂടെ തന്നെയുണ്ട്. അപ്പോൾ പാണ്ഡവരെന്ന് പറയുമ്പോൾ അവിടെ ഭഗവാനുണ്ട്. ഭഗവാൻ ഇല്ലാത്ത എന്ത് ലീലയാണ് പാണ്ഡവർക്കുള്ളത്? പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കൃഷ്ണനുണ്ട്. ധ്രുവ മഹാരാജനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഭഗവാനെ ധ്യാനിക്കുന്നു, ഭഗവാന്റെ ദർശനം കിട്ടുന്നു. നാരദമുനിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെയും ഭഗവാനുണ്ട്. പ്രഹ്ലാദനെ കുറിച്ച് പറയുമ്പോൾ നരസിംഹദേവനുണ്ട്. അംബരീഷ് മഹാരാജനെ കുറിച്ച് പറഞ്ഞാൽ അവിടെയും അദ്ദേഹം ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നു. സവൈ മന കൃഷ്ണ പദാരവിന്ദയോ. ആരെക്കുറിച്ച് വേണമെങ്കിൽ പറയാം ഭാഗവതത്തിൽ, എവിടുന്ന് ഏത് സെക്ഷൻ വേണമെങ്കിൽ എടുക്കാം ഭാഗവതത്തിൽ. ദശമസ്കന്ധം മാത്രമല്ല, ഏത് സ്കന്ധം എടുത്താലും അവിടെ ഭഗവാൻ കൃഷ്ണനുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ ഇല്ലാത്ത ഒന്നുമില്ല. അതുകൊണ്ട് പ്രഭുപാദ് പറയുന്നത് ഭക്തരും ഭഗവാനും പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് ആണ് എപ്പോഴും. അത് മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇതെല്ലാം കൃഷ്ണകഥയാണ്, അല്ലാതെ ദശമസ്കന്ധത്തിലുള്ളത് മാത്രമല്ല കൃഷ്ണകഥ എന്നുള്ളത് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ശ്ലോകം 13-14. യദാ മൃദേ സൃഞ്ജയാനാം വീരേശതോ വീരഗതിം ഗതേഷു വൃകോദരാവിദ്ദഗദാഭിമർഷ ഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ ഭ്രാതൃപ്രിയം ദ്രൗണിരിതി സ്മ പശ്യൻ കൃഷ്ണസുതാനാം സ്വപതാം ശിരാംസി ഉപാഹരത് വിപ്രിയമേവ തസ്യ ജുഗുപ്ഷിതം കർമ്മ വിഗർഹയന്തി. ഷീബ മാതാജി, ഷീബ അമ്പാടി. ഹരീഷ് പ്രഭുജി, ഏത് അധ്യായമാണെന്ന് അറിഞ്ഞില്ല പ്രഭുജി, കുറച്ച് ദിവസമായിട്ട് കേറുന്നില്ലായിരുന്നു. ഏഴാമത്തെ അധ്യായം, ശ്ലോകം നമ്പർ 13-14. 7-ല് 1-7-13. 13-14 പ്രഭുജി. 13-14. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ മൃതേ കൗരവസൃഞ്ജയാനാം വീരേഷു അധോ വീരഗതിം ഗതേഷു വൃകോദരാ അഭിമർശ ഭണ്ഡോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ ഭർതൃപ്രിയം ദ്രൗണിർ ഇതി സ്മ പശ്യൻ കൃഷ്ണസുതാനാം സ്വപതാം ശിരാംസി ഉപാഹരൻ വിപ്രിയം ഏവ തസ്യ ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. വിവർത്തനം വായിക്കട്ടെ പ്രഭുജി. വായിക്കൂ. ഹരേ കൃഷ്ണ. കൗരവപക്ഷത്തെയും പാണ്ഡവപക്ഷത്തെയും വീരയോദ്ധാക്കൾ വധിക്കപ്പെടുകയും വീരമൃത്യു വരിച്ച ആ യോദ്ധാക്കൾക്ക് അവർക്ക് അർഹമായ പ്രാപ്യസ്ഥാനം ലഭ്യമാകുകയും ചെയ്തതിനു ശേഷം ഭീമന്റെ ഗദയാൽ പ്രഹരമേറ്റ ധൃതരാഷ്ട്രപുത്രൻ ദുര്യോധനൻ നട്ടെല്ല് തകർന്ന് വിലപിച്ചുകൊണ്ട് നിലംപതിച്ചപ്പോൾ ദ്രോണാചാര്യസുതൻ, അതായത് അശ്വത്ഥാമാവ്, അദ്ദേഹത്തിന്റെ യജമാനനെ സംതൃപ്തിയാകുമെന്ന് വിഡ്ഢിത്തമായി ചിന്തിച്ചുകൊണ്ട് നിദ്രയിലായിരുന്ന ദ്രൗപദിയുടെ 5 പുത്രരെയും ശിരച്ഛേദം ചെയ്ത് ദുര്യോധനന് ഉപഹാരമായി അർപ്പിച്ചു. എങ്കിലും ദുര്യോധനൻ ഈ അതിനിഷ്ഠൂരമായ പ്രവൃത്തിയെ നിരാകരിച്ചുവെന്നു മാത്രമല്ല, ലവലേശം പോലും സംപ്രീതനായതുമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഇവിടെ ഈ ശ്ലോകങ്ങളിൽ പറയുന്നു, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? അശ്വത്ഥാമാവ് എന്ത് ചെയ്യുന്നു? അദ്ദേഹം യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ, യുദ്ധത്തിൻ്റെ സമയത്താണ് യുദ്ധം ചെയ്യേണ്ടത്. യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കാനോ ആയുധം എടുക്കാനോ പാടില്ല. അത് ക്ഷത്രിയ ധർമ്മത്തിനെതിരാണ്. എന്നാൽ അശ്വത്ഥാമ എന്ത് ചെയ്യുന്നു? അവരുടെ ക്യാമ്പിലേക്ക് പോകുന്നു. യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കും. സൗഹൃദ ബന്ധമാണുള്ളത്. യുദ്ധം ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അവർ തമ്മിൽ എന്താ പറയുക, യുദ്ധം ചെയ്യുന്നത്. ഇല്ലാത്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ അശ്വത്ഥാമാവ് എന്ത് ചെയ്യുന്നു? അദ്ദേഹം
ഇവിടെ ഇപ്പുറത്ത് വന്ന് ദ്രൗപദിയുടെ 5 മക്കളെ കൊല്ലുന്നു. എന്നിട്ട് അദ്ദേഹം പാണ്ഡവരാണ് എന്നുള്ള ധാരണയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം ദുര്യോധനന് മുമ്പിലേക്ക് കാഴ്ചവെക്കുന്നു, പറയുന്നു, ഇങ്ങനെ ഞാനൊരു സംഭവം ചെയ്തു. ദുര്യോധനൻ അത് ഇഷ്ടപ്പെട്ടില്ല. ദുര്യോധനന് സന്തോഷമാവും എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് സന്തോഷമാവുമെന്ന് അദ്ദേഹം വിചാരിച്ചു, അശ്വത്ഥമാവ്. എന്നാൽ ദുര്യോധനൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം അതിനെ റിജക്റ്റ് ചെയ്തു, പറഞ്ഞു, നീ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്, എനിക്ക് ഇതിൽ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം റിജക്റ്റ് ചെയ്തു. അശ്വത്ഥമാവ് അദ്ദേഹത്തിൻ്റെ ജീവൻ മുഴുവനും ദുര്യോധനന് വേണ്ടി മാറ്റിവെച്ചതാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പാണ്ഡവരുടെ കൂടെ വരാമായിരുന്നു, പക്ഷേ ദുര്യോധനൻ്റെ കൂടെ അദ്ദേഹം യുദ്ധം ചെയ്യാൻ വേണ്ടി അപ്പുറത്തെ സൈഡിലായിരുന്നു, അല്ലേ, ദുര്യോധനൻ്റെ കൂടെ തന്നെയായിരുന്നു. എന്നാൽ ദുര്യോധനൻ ഇതെല്ലാം സന്തോഷമാവുമെന്ന് പ്രതീക്ഷിച്ചു, എന്നാൽ അദ്ദേഹം പോലും റിജക്റ്റ് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. ശീലപ്രഭാത്ജി ഭാവാർത്ഥത്തിൽ പറയുന്നു, കൃഷ്ണകഥ എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ഭാവാർത്ഥത്തിൻ്റെ കണ്ടിന്യൂഷൻ, കൃഷ്ണകഥ എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്ന ഭഗവത്ഗീതയാവാം, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് പറയുന്ന ഭാഗവതമായ ആവാം. ഇത് രണ്ടും കൃഷ്ണകഥ തന്നെയാണ്. അതുകൊണ്ട് മഹാപ്രഭു പറയാറുണ്ട്, മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, അതായത് ഭാരതഭൂമിയിൽ ജനിച്ചിട്ടുള്ള ആളുകൾ കൃഷ്ണകഥ അവരവർ മനസ്സിലാക്കണം ആദ്യം. എന്നിട്ട് അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് ജീവിതത്തിൽ ആചരിക്കേണ്ട കാര്യങ്ങൾ ആചരിക്കണം. കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. ഭാരതഭൂമിത്തെ ഹൈല മനുഷ്യജന്മയാർ ജന്മ സാർത്ഥക കറി കരപര ഉപകാർ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പോൾ പ്രഭുപാദ് പറയുന്നു, ഭാഗവതം നമ്മൾ വായിക്കുക, പഠിക്കുക, കേൾക്കുക, ആചരിക്കുക, അതിൽ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ളത് അദ്ദേഹം ഇവിടെ ഭാവാർത്ഥത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ശ്ലോകം 15 നോക്കാം. മാതാ ശിശൂനാം നിധനം സുതാനാം നിശമ്യ ഘോരം പരിതപ്യമാന തദാരുദത് വാഷ്പ കലാകുലാക്ഷി താം സാന്ത്വയൻ ആഹ കിരീടമാലി. ഓക്കെ, ഷീബ പവീന്ദ്രൻ മാതാജി പുസ്തകമുണ്ടോ? ഹരേ കൃഷ്ണ. യെസ്. ശ്ലോകം 15. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവ. ശ്ലോകം 15. മാതാ ശിശൂനാം നിധനം സുതാനാം നിശമ്യ ഘോരം പരിതപ്യമാന തദാരുദത്വാഷ്പകലാകുലാക്ഷി താം സാന്തയന്നാഹ കിരീടമാലി. വിവർത്തനം വായിക്കട്ടെ പ്രഭു. യെസ്. പാണ്ഡവരുടെ 5 പുത്രന്മാരുടെ ജനയിത്രിയായ ദ്രൗപദി തന്റെ പുത്രന്മാരുടെ കൂട്ടക്കുരുതിയുടെ വാർത്തയറിഞ്ഞ് ദുഃഖാർത്തയായി അശ്രുക്കൾ നിറഞ്ഞ നയനങ്ങളോടെ വിലപിക്കാൻ ആരംഭിച്ചു. ആ കൊടിയ നഷ്ടത്തിൽ അവളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അർജുനൻ അവളോട് ഇപ്രകാരം സംസാരിച്ചു. ഹരേ കൃഷ്ണ. ദ്രൗപദി ദേവി ഇത് അറിഞ്ഞപ്പോൾ കരയുന്നു. തീർച്ചയായിട്ടും എത്ര വിഷമമുണ്ടാവും അമ്മയുടെ മുമ്പിൽ വെച്ച് മക്കളെ കൊല്ലുമ്പോൾ. അപ്പോൾ ആ ഒരു വിഷമത്തോടു കൂടി നിൽക്കുന്നു. ആ സമയത്ത് അർജുനൻ അവിടെ വരുന്നു. അർജുനൻ ദ്രൗപദി ദേവിയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇനി പറയാൻ പോകുന്നു. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ശ്ലോകം 16. തഥാശുചസ്തേ പ്രമർജാമി ഭദ്രേ യദ്ബ്രഹ്മബന്ധോ ശിര ആതതായിനഃ ഗാണ്ഡീവ മുക്തേർ വിശിഖേർ ഉപാഹരേ ത്വാക്രമ്യ യത് സ്നാസ്യ ദഗ്ധപുത്ര. ഓക്കെ, ഗീതാബായി മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം 16.
തദാശുചസ്തേ പ്രമൃജമി ഭദ്രേ യദ്ബ്രഹ്മബന്ധോ ശിരാ തദായിന ഗാണ്ഡീവമുക്തൈർവിഖൈരുപാഹരേ ത്വാക്രമ്യ യജ്ഞാസ്യസി ദഗ്ധപുത്രാ. വിവർത്തനം ശ്രീ പ്രഭുപാദയ്ക്ക് ജയ്. അല്ലയോ ഭദ്രേ, എന്റെ ഗാന്ധീവ ധനുസ്സിൽ നിന്നുള്ള അസ്ത്രങ്ങളാൽ ആ ബ്രാഹ്മണന്റെ ശിരസ് ഛേദിച്ച് നിനക്ക് സമ്മാനിച്ചതിനു ശേഷം ഞാൻ നിന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് നിന്റെ മിഴികളിലെ അശ്രുക്കൾ തുടയ്ക്കും. അനന്തരം നിന്റെ പുത്രന്മാരുടെ ചിത ദഹിപ്പിച്ച ശേഷം അവന്റെ ശിരസിൽ ചവിട്ടി നിന്നുകൊണ്ട് നിനക്ക് സ്നാനം ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുനൻ പറയുന്നു ദ്രൗപദി ദേവിയോട്, ഞാൻ അശ്വത്ഥാമാവിൻ്റെ ശിരസ് നിനക്ക് കൊണ്ടുതരും, എന്നിട്ട് നിൻ്റെ കണ്ണുനീര് ഞാൻ തുടയ്ക്കും. അങ്ങനെ അതിനുശേഷം നമ്മുടെ മക്കളുടെ ശരീരം അല്ലെങ്കിൽ മൃതശരീരം ദഹിപ്പിച്ചതിന് ശേഷം അതിന് മുമ്പിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നിനക്ക് പിന്നീട് അശ്വത്ഥമാവിൻ്റെ ശിരസിൽ ചവിട്ടി നിന്നുകൊണ്ട് നിനക്ക് കുളിക്കാം. അതായത് ദഹിപ്പിച്ചതിന് ശേഷം. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അശ്വത്ഥമാവിനെ ഞാൻ കൊല്ലും മാത്രമല്ല നിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഇതാണ് പറയുന്നത്. സമാധാനിപ്പിക്കുകയാണ്. കാര്യം ക്ഷത്രിയർക്ക് ഇങ്ങനെ, ക്ഷത്രിയനാണ് അർജുനൻ, പിന്നെ ഇങ്ങനെ ഒരു ഹീനമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ആര് ചെയ്തത്? അശ്വത്ഥമാവ് ചെയ്തത്. അശ്വത്ഥമാവ് ചെയ്ത പ്രവൃത്തിക്ക് കൊല്ലുന്നതിന് ഒരു തെറ്റുമല്ല. കാര്യം എന്താണ്? പ്രഭുപാദ ഭാവാർത്ഥത്തിലും പറയുന്നു. നമ്മളിതിനു മുമ്പ് ഭഗവത്ഗീതയിൽ 1-ാമത്തെ അധ്യായത്തിൽ അവിടെയും പ്രഭുപാദ് പറയുന്നുണ്ട് 6 തരത്തിലുള്ള അതായത് ഈ പറയുന്ന 6 തരത്തിലുള്ള പ്രശ്നക്കാരുണ്ട്. അവരെ നമുക്ക് കൊന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാര്യം തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ എന്തൊക്കെയാണ് പറയുന്നത്? 6 കാര്യങ്ങൾ ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു. അഗ്നീദോ ഗരദശ്ചൈവ ശസ്ത്രപാണേർ ധനാപഹ ക്ഷേത്ര ധാരാപഹാരീ ച ഷഡ് ഏതേ ആതതായിന. ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഈ ശ്ലോകം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഭാവാർത്ഥത്തിൽ പറയുന്നു. ഇത് സ്മൃതി ശാസ്ത്രത്തിൽ നിന്നാണ്, വശിഷ്ഠ സ്മൃതിയിൽ നിന്നാണ്. ഇവിടെ പറയുന്നു 6 തരത്തിലുള്ള ആതതായിനെ, അതായത് തെറ്റ് ചെയ്യുന്ന ആളുകളെ ഉണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് നിഗ്രഹിക്കുന്നതിന്, കൊല്ലുന്നതിന് തെറ്റില്ല, അതിൽ പാപം ഉണ്ടാവില്ല എന്നുള്ളത്. എന്തൊക്കെയാണ് പറയുന്നത്? വീട് തീ വയ്ക്കുന്നവർ, മറ്റുള്ളവർക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവർ, വിഷം കൊടുക്കുന്നവർ, അതേപോലെ ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവർ, ധനം കൊള്ളയടിച്ച് കൊണ്ടുവന്നവർ, അതേപോലെ നമ്മുടെ സ്ഥലവും വീടും അങ്ങനെയുള്ളതെല്ലാം കൊള്ളയടിച്ച് തട്ടിയെടുക്കുന്നവർ, മറ്റുള്ളവരുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുന്നവർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്, തെറ്റ് അല്ലെങ്കിൽ പാപികളാണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം ക്രിമിനൽസാണ്. അങ്ങനെയുള്ളവരെ കൊല്ലുന്നതിന് തെറ്റില്ല, കൊല്ലുന്നത് തെറ്റുമല്ല, പാപവും കിട്ടില്ല എന്നുള്ളത് ഇത് ശാസ്ത്രങ്ങളിൽ പറയുന്നതാണ്, സ്മൃതിശാസ്ത്രത്തിൽ പറയുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അശ്വത്ഥമാവ് ചെയ്തിട്ടുള്ളത് എന്താണ്? അദ്ദേഹം ചെയ്തിട്ടുള്ളതിൽ ഈ 6 കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്ത കാര്യം വരുന്നുണ്ട് ഇവിടെ. അദ്ദേഹം ഘോരമായിട്ടുള്ള ആയുധം ഉപയോഗിച്ച് കൊല്ലുന്നു, അതും കുട്ടികളെ കൊല്ലുന്നു. മാത്രമല്ല അദ്ദേഹം ക്ഷത്രിയധർമ്മം അവിടെ ഭേദിക്കുന്നു. അതിനെ അദ്ദേഹം ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. സോ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ അശ്വത്ഥമാവിനെ കൊല്ലുന്നതിന് ഒരു തെറ്റും അവിടെ വരുന്നില്ല, ഒരു പാപവും അർജുനന് കിട്ടാൻ പോകുന്നില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ട് അർജുനൻ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ഒരു തെറ്റായിട്ടുള്ള കാര്യവുമല്ല, ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യമല്ല അദ്ദേഹം ചിന്തിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം 17. ഇതി പ്രിയാം വൽഗു വിചിത്രജൽപേ സാന്ത്വയിത്വാച്യുതമിത്രസൂതഃ അൻവാദ്രവത് ദംഷിത ഉഗ്രധന്വാ കപിധ്വജോ ഗുരുപുത്രം രതേന. ശ്രീദേവി മാതാജി ഉണ്ടോ? ഓക്കെ, യെസ്, ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ.
इति प्रियामल भुवि चित्रजल्पे सस्वान्दयित्वाच्युतमित्रसूदः अन्वद्रवत्तिं सिद उग्रधन्वां कविध्वजो ഗുരുപുത്രം രഥേനാം. ഹരേ കൃഷ്ണ. വിവർത്തനം ശിലപ്രഭാതി. ഹരേ കൃഷ്ണ. മിത്രവും തേരാളിയുമായ അപ്രമാദഗതിയായ ശ്രീകൃഷ്ണ ഭഗവാനാൽ നയിക്കപ്പെടുന്ന അർജുനൻ അപ്രകാരമുള്ള പ്രസ്താവനകളാൽ പ്രിയപ്പെട്ടവളെ സാന്ത്വനപ്പെടുത്തി. അനന്തരം പടച്ചട്ടയണിഞ്ഞ് ഉഗ്രങ്ങളായ ആയുധങ്ങളുമേന്തി തേരിലേറി അദ്ദേഹത്തിന്റെ അയോധനാചാര്യ സൂതനായ അശ്വത്ഥാമാവിനെ പിന്തുടരാൻ പുറപ്പെട്ടു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ തേരെടുത്തു, രഥമെടുക്കുന്നു. അർജുനൻ എല്ലാവിധ ആയുധങ്ങളും എടുത്ത് അദ്ദേഹം ഇറങ്ങുന്നു. അശ്വത്ഥമാവനെ പിടിക്കാൻ വേണ്ടി പോവാണ്. അതാണ് പറയുന്നത്. ഇനി എന്ത് സംഭവിക്കുന്നു നോക്കാം. തം ആപതന്തും സവിലക്ഷ്യ ദൂരാത് കുമാരഹോദ്വിഗ്നമനാരതേന പരാദ്രവത് പ്രാണപരീപ്സുരൂർവം ഊർവ്യാം യാവദ്ഗമം രുദ്രഭയാദ്രതാക. യമുന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. തമാപതന്തസ്സവിലക്ഷ്യ ദൂര കുമാരഹോദിഗ്നമനാരഥേന പരാദ്രവ പ്രാണപരിസുരുവ്യ യാവദ്ഗമം രുദ്രഭയാദ്രതാക. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശീലപ്രഭു. രാജകുമാരന്മാരുടെ ഘാതകനായ അശ്വത്ഥാത്മാവ് അർജുനൻ തന്റെ നേരെ പാഞ്ഞു വരുന്നത് വളരെ ദൂരെ നിന്നും വീക്ഷിക്കുകയാൽ സംഭ്രാന്തനായി പ്രാണരക്ഷാർത്ഥം ബ്രഹ്മാവ് ശിവഭയത്താൽ എന്ന പോലെ സ്വരഥത്തിൽ പാരായണം ചെയ്തു. ഹരേ കൃഷ്ണ. അശ്വത്ഥമാവ് ഇത് കാണുന്നു. അർജുനൻ രഥത്തിൽ കയറി കൃഷ്ണൻ്റെ കൂടെ വരുന്നു. എല്ലാവിധ ആയുധങ്ങളും എടുത്താണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അശ്വത്ഥമാവന് മനസ്സിലായി ഇത് പ്രശ്നമാണ്. അദ്ദേഹം പേടിച്ചോടുന്നു അവിടെ നിന്ന്. അതാണ് ഉണ്ടാവുന്നത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഓടുന്നു. ഇവിടെ പറയുന്നു, ഉപമ കൊടുത്തിട്ടുള്ളത് ബ്രഹ്മാവ് ഭഗവാൻ ശിവനിൽ നിന്ന് പേടിച്ചോടുന്ന പോലെയാണ് എന്ന് ആണ് പറയുന്നത് ഉദാഹരണമായിട്ട്. ഇവിടെ അതേപോലെ തന്നെ 2 ഇൻസ്റ്റൻസ് ഉണ്ട്. സൂര്യദേവനും അതേപോലെ പേടിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഭാവാർത്ഥത്തിൽ പ്രഭാത അതിനെക്കുറിച്ച് പറയുന്നു. സൂര്യദേവനും ശിവനിൽ നിന്ന് പേടിക്കുന്നുണ്ട്. ഭഗവാൻ ശിവൻ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഓടുന്നുണ്ട്. ഇവിടെ ആദ്യത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ കഹ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാവിനെയാണ്. ബ്രഹ്മാവ് ഒരിക്കൽ സൃഷ്ടി നടക്കുന്ന സമയത്ത് വാക്ക് എന്ന് പറയുന്ന ഒരു പുത്രി, ഒരു പെൺകുട്ടിയെ അദ്ദേഹം സൃഷ്ടിക്കുന്നു. അതിനുശേഷം പറയുന്നു അദ്ദേഹത്തിന് ഒരു ആകർഷണം തോന്നുന്നു ആ പെൺകുട്ടിയോട്. അത് കാണുമ്പോൾ എല്ലാ ദേവതമാർക്കും ദേഷ്യം വരുന്നു. കൂട്ടത്തിൽ മഹാദേവൻ ശിവനാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നു. മഹാദേവൻ തൃശൂലം കൊടുത്ത് ബ്രഹ്മാവിനെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ബ്രഹ്മാവ് ഓടുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ അതുമായിട്ട് ഇവിടെ കമ്പാരിസൺ പറയുവാണ്. ബ്രഹ്മാവ് ശിവനിൽ നിന്ന് പേടിച്ച് ഓടുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇവിടെ പറയാൻ, അല്ലെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ബ്രഹ്മാവിനെ. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും ഇതിനു മുമ്പും. എന്നാൽ ബ്രഹ്മാവിനെ പോലെ ഒരു പരിശുദ്ധ ഭക്തൻ ഇന്ദ്രിയങ്ങളുടെ ഒരു പിടിയിൽ വരുന്ന ഒരു അവസ്ഥ ഇല്ല. എന്നാൽ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു, വലിയൊരു പാഠം പഠിപ്പിക്കുന്നു. ബ്രഹ്മാവിൻ്റെ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും, അല്ലെങ്കിൽ ജീവാത്മാക്കളിൽ വെച്ച് ഏറ്റവും വലിയ പൊസിഷനാണ് ബ്രഹ്മാവിനുള്ളത്. അദ്ദേഹത്തിൻ്റെ പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി, അതും അദ്ദേഹം എന്താ ചെയ്യുന്ന, സൃഷ്ടി നടത്തുന്നു, ഭഗവാനെ സഹായിക്കുന്നു. അദ്ദേഹം വിസർഗം എന്ന് ചെയ്യുന്നത് സൃഷ്ടിയിൽ വിസർഗം, പ്രൈമറി ക്രിയേഷൻ, സെക്കൻഡറി ക്രിയേഷൻ, അതെല്ലാം അതായത് മൂലകങ്ങൾ ഉപയോഗിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ബ്രഹ്മാവാണ്. മൂലകങ്ങൾ ഭഗവാൻ വിഷ്ണുവിൽ നിന്ന് കിട്ടുന്നു.
ബാക്കിയെല്ലാം ബ്രഹ്മാവ് ചെയ്യുന്നത്. അത്രയും വലിയ പൊസിഷനാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പോലും ചിലപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിക്കാം, ഇന്ദ്രിയങ്ങൾ ചിലപ്പോൾ കൈവിട്ടു പോവാം എന്നുള്ളത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? എപ്പോൾ വേണമെങ്കിലും കൈവിട്ടു പോവാം. അതുകൊണ്ട് വളരെയധികം ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നുള്ളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ വന്നിട്ട് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല ബ്രഹ്മാവിനെ. ഇനി ഇതേപോലെ തന്നെ ഇന്ദ്രദേവനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഭാഗവതത്തിൽ ഗോവർദ്ധന ലീല. അതല്ലാതെ 6ാമത്തെ സ്കന്ധത്തിൽ വൃത്രാസുരൻ്റെ കഥ പറയുന്നതിന് മുമ്പ് അവിടെ ദുർവാസ മുനി കൊടുക്കുന്ന മാല വേണ്ട രീതിയിൽ ഒരു റെസ്പെക്റ്റ് കൊടുക്കാണ്ട് ഐരാവതത്തിൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുന്നു, ഐരാവതം തുമ്പിക്കയിൽ വയ്ക്കുന്നു, ഐരാവതം നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുന്നു. അപ്പോൾ ദുർവാസ മുനിക്ക് ദേഷ്യം വരുന്നു, ശപിക്കുന്നു. അത് കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ബൃഹസ്പതി സഭയിലേക്ക് വരുന്ന സമയത്ത് വേണ്ട ഒരു റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുന്നു. ആ സമയത്ത് ബൃഹസ്പതിയുടെ അദ്ദേഹത്തിനും വിഷമാവുന്നു, ഗുരു അപരാധം ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇന്ദ്രനെ കുറിച്ചും കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇന്ദ്രൻ സാധാരണ ഒരു വ്യക്തിയല്ല. അദ്ദേഹം പരിശുദ്ധ ഭക്തനാണ് തീർച്ചയായിട്ടും. പരിശുദ്ധ ഭക്തൻ എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വൃന്ദാവനത്തിലെ വ്രജവാസികളുടെ കൂട്ടത്തിലുള്ളതാണ് എന്ന് പറയുന്നില്ല. എന്നാലും അദ്ദേഹം ശുദ്ധഭക്തനാണെന്ന് പറയും. സൂര്യനാണ് അദ്ദേഹം. അല്ലെങ്കിൽ 33 കോടി ദേവതമാരുടെ രാജാവായി അദ്ദേഹത്തെ നിയമിക്കില്ല ഭഗവാൻ അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ. എന്നാൽ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു ഒരുപാട് പാഠങ്ങൾ പല ഇതേപോലുള്ള ലീലകളിലൂടെ. അതായത് അഹങ്കാരം പാടില്ല, അഹംഭാവം വന്നു കഴിഞ്ഞാൽ അത് ഭഗവാൻ എടുക്കും എന്നുള്ളത്. അതേപോലെ ഗുരു അപരാധം ചെയ്യരുത് എന്നുള്ളത്. അപരാധം അതായത് നമ്മുടെ പൊസിഷൻ സ്ഥാനം കൊണ്ടും അല്ലെങ്കിൽ പ്രതാപം കൊണ്ടും പൈസ കൊണ്ടുമൊക്കെ നമുക്ക് അഹങ്കാരം വരുവാണെങ്കിൽ അത് അഹങ്കാരം വരുമ്പോൾ അപരാധങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്താണ് എന്നുള്ളതൊക്കെ പഠിപ്പിക്കുകയാണ് അദ്ദേഹവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരിക്കലും ദേവതമാരെ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതേപോലെ തന്നെ ഭഗവാൻ ശിവൻ മോഹിനിമൂർത്തി വരുന്ന സമയത്ത് അദ്ദേഹവും ഓടിപ്പോകുന്നു പുറകിൽ. അതും തെറ്റല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവൻ ഇനി സ്ത്രീ വേഷത്തിലല്ല ഏത് വേഷത്തിൽ വന്നാലും അദ്ദേഹത്തിന് ആകർഷണം ഉണ്ടാവും. അതുകൊണ്ട് തെറ്റാണോ? തെറ്റല്ല. അപ്പോൾ ചിലപ്പോഴൊക്കെ എന്തുകൊണ്ടിത് പറയുന്നു വെച്ചാൽ പല ആളുകളും ഇത് പ്രോപ്പറായിട്ട് ഇതിനെ മനസ്സിലാക്കാത്തവർ ദേവതമാരെ ക്രിട്ടിസൈസ് ചെയ്യും. അത് തെറ്റാണ്. ഭീഷ്മദേവൻ ദ്രൗപദി ദേവിക്ക് സംരക്ഷണം കൊടുത്തില്ല, ഭീഷ്മദേവനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്. ഭഗവാൻ ശിവനെ ചിലപ്പോൾ പറയും, ബ്രഹ്മാവിനെ പറയും. ഈ ഒരു ഉദാഹരണം വെച്ച് ഇന്ദ്രദേവനെ പിന്നെ എപ്പോഴും പറയും. എന്നാൽ അവരൊക്കെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരാണ്. ഇത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതൊരു അപരാധമായി മാറും. ഭഗവാൻ ഇഷ്ടപ്പെടില്ല, ഭഗവാൻ ഇഷ്ടമല്ല. അത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല അദ്ദേഹത്തിന്. കാര്യം അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആളുകളാണ് ഇവരെല്ലാം, ഭക്തരാണ്. ഭക്തരെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിൽ തോന്നുവാണെങ്കിലും ഭഗവാൻ അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അത്രയും പറയുന്നു. ഇനി വേറൊരു കഥയും കൂടെ ഇവിടെ പറയുന്നു. ഒരു അസുരനെ കുറിച്ച് വിദ്യുനമാലി എന്ന് പറയുന്നൊരു അസുരനുണ്ട്. ഇതെല്ലാം പ്രഭുപാദ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ശീല ചക്രവർത്തി പാദൻ്റെ കമൻട്രിയിൽ നിന്നുള്ളതാണ് പ്രഭുപാദ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോറിയും അവിടെ പറയുന്നു. ഇപ്പോൾ വിദ്യുന്മാലി എന്ന് പറയുന്ന ഒരു അസുരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭഗവാൻ ശിവൻ്റെ ഒരു ഭക്തനാണ്. അദ്ദേഹം ഒരുപാട് ധ്യാനം ഒക്കെ ചെയ്ത് അദ്ദേഹം തപസ്യെല്ലാം ചെയ്ത് അദ്ദേഹത്തിന് ഒരു മനോഹരമായിട്ടുള്ള സുവർണ അല്ലെങ്കിൽ ജ്വലിക്കുന്ന ഒരു വിമാനമുണ്ടായിരുന്നു. ഈ വിമാനം കൊണ്ട് അദ്ദേഹം സൂര്യൻ്റെ പുറകിലേക്ക് പോകുന്നു. അപ്പോൾ ഇരുട്ടായിരിക്കുന്ന അതായത് രാത്രി ആയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഇദ്ദേഹം ഈ ജ്വലിക്കുന്ന വിമാനം കൊണ്ടുപോകുമ്പോൾ അവിടെ വെളിച്ചമാവുന്നു. അപ്പോൾ അങ്ങനെ സൂര്യദേവൻ്റെ ജോലിയിൽ അദ്ദേഹം ശല്യം ചെയ്യുന്നു. സൂര്യദേവന് ഇഷ്ടപ്പെടില്ല. സൂര്യദേവന് ദേഷ്യം വരുന്നു, ഇദ്ദേഹത്തെ ആക്രമിക്കാൻ പോകുന്നു. ആ സമയത്ത് ഭഗവാൻ ശിവൻ അതിലിടപെടുന്നു, സൂര്യദേവൻ്റെ പുറകിൽ പോകുന്നു. കാര്യം ഈ അസുരൻ്റെ
അസുരനെ ആരാധിച്ചു കൊണ്ടിരുന്നത് ശിവനെയാണ്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയും കൂടെയുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ പറയുന്നു. എങ്ങനെയാണോ ബ്രഹ്മാവ് പേടിച്ചു ഓടുന്നത്, എങ്ങനെയാണോ സൂര്യദേവൻ ഭഗവാൻ ശിവനിൽ നിന്ന് പേടിച്ചോടുന്നത്, അതേപോലെയാണ് അശ്വത്ഥാമ പേടിച്ചോടിയത്. ഇത് പറയാൻ വേണ്ടി ഒരു കമ്പാരിസൺ പറഞ്ഞത് മാത്രം. അതിനിടയിൽ ചെറിയൊരു സ്റ്റോറി ലൈൻ അവിടെ വന്നു, അത്രയേ ഉള്ളൂ. ഇനി 19ാമത്തെ ശ്ലോകം. യദാ ശരണമാത്മാനം ഐക്ഷതാ ശ്രാന്തവാജിനം അസ്ത്രം ബ്രഹ്മശിരോമേനെ ആത്മത്രാണം ദ്വിജാത്മജഃ. കലാമാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. യദാ ശരണമാത്മാനം ഐഷദാശ്രാന്തവാജിനം അസ്ത്രം ബ്രഹ്മശിരോ മേനെ ആത്മത്രാണം ദ്വിജാത്മജഃ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. തന്റെ അശ്വങ്ങൾ തളരുന്നത് കണ്ട ബ്രാഹ്മണാത്മജൻ, അതായത് അശ്വത്ഥാത്മാവ്, ബ്രഹ്മാസ്ത്രമെന്ന, അതായത് അണ്വായുധം, ആത്യന്തികമായ ആയുധത്തെ പ്രയോഗിക്കുകയല്ലാതെ തന്റെ സംരക്ഷണത്തിന് യാതൊരു പോംവഴിയുമില്ലെന്ന് പരിചിന്തിച്ചു. താങ്ക് യു. അശ്വത്ഥമാവ് ആകെ പേടിച്ചുപോയി. അർജുനൻ്റെ ഈ വരവ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പേടിയായി. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് വേറെ രക്ഷയില്ല എന്ന് തോന്നുവാണ് ചെയ്യുന്നത്. ഇനി എനിക്ക് രക്ഷയില്ല, എന്നെ അർജുനൻ എന്തായാലും കൊന്നിരിക്കും എന്നുള്ളൊരു പേടി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നു. അപ്പോൾ അദ്ദേഹം അവസാനത്തെ രക്ഷയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുന്നു. ആക്ച്വലി ബ്രഹ്മാസ്ത്രം അങ്ങനെ ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ്. അത് അങ്ങനെ വെറുതെ ഉപയോഗിക്കാൻ പാടുള്ള ഒരു അസ്ത്രമല്ല. കാര്യം ഇത് സൂക്ഷ്മമായിട്ടുള്ള ഇന്നത്തെ കാലത്തെ അണു ആയുധം പോലുള്ള ഇന്നത്തെ കാലത്ത് അണു ആയുധമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പോലും അതേപോലെ വളരെ അപകടം പിടിച്ച ഒരു അസ്ത്രമാണ്. അപ്പോൾ അത് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ മാത്രമേ പാടുകയുള്ളൂ. എന്നാൽ അശ്വത്ഥമാവിന് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ദ്വിജാത്മജ എന്ന് ആണ് അഭിസംബോധന ചെയ്യുന്നത് അശ്വത്ഥമാവിനെ. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ദ്വിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ എന്നാണ്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച് ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ് ഉള്ളവരെയാണ് ദ്വിജരെന്ന് വിളിക്കുന്നത്. ദ്വിജാത്മജ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണപുത്രൻ എന്നുള്ളൊരു അല്ലെങ്കിൽ ബ്രാഹ്മണ ബന്ധു എന്നുള്ളൊരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് കാറ്റഗറിയാണ് ബ്രഹ്മബന്ധു എന്ന് പറയുന്ന പോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രാഹ്മണനായിട്ട് ജനിച്ചു, എന്നാൽ ബ്രാഹ്മണൻ്റെ യോഗ്യത, ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഗുണങ്ങളില്ല. അതാണ് അശ്വത്ഥമാവന്. കാര്യം അശ്വത്ഥമാവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ അദ്ദേഹം എടുക്കില്ലായിരുന്നു. മാത്രമല്ല അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു. അവിടെ പോയി 5 പേരെ കൊന്നു. മാത്രമല്ല അതും ക്ഷത്രിയധർമ്മം ബ്രേക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഇദ്ദേഹം എടുത്തിട്ടുള്ള ഈ ഒരു ബ്രഹ്മാസ്ത്രത്തിൻ്റെ പ്രയോഗവും ആവശ്യമുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഇമ്മച്യൂരിറ്റി കാരണം അദ്ദേഹം ഉപയോഗിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. അതിൽ അദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നു. അതാണ് ഇവിടെ അദ്ദേഹത്തെ ദ്വിജാത്മജ എന്ന് വിളിക്കുന്നത്. പ്രഭുപാദ് പറഞ്ഞു. ഓക്കെ, ശ്ലോകം 20 നോക്കാം. അതോപസ്പൃശ്യ ശലിലം സന്തതേ തത് സമാഹിതഃ അജാനൻ അപി സംഹാരം പ്രാണകൃച്ഛ്ര ഉപസ്ഥിതേ. ഗീത മാതാജി. ഗീത വായിക്കൂ. ഓക്കെ, ഇല്ലെങ്കിൽ ഗീത മുരളി മാതാജി. വേറെ മാതാജി വായിച്ചു. ഓക്കെ,
വേറെ ഗീത മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥോപസ്പൃശ്യ സലിലം സന്തതേ തത്സമാഹിത അജാനന്നപി സംഹാരം പ്രാണകൃശ്ച ഉപസ്ഥിതേ. വിവർത്തനം ബൈ ശ്രീലപ്രഭുപാദ്. തന്റെ ജീവൻ അപകടത്തിലാകിയാൽ അണ്വായുധങ്ങളെ പോലുള്ള അത്തരം ആയുധങ്ങൾ എപ്രകാരമാണ് പിൻവലിക്കേണ്ടതെന്ന് അറിയാതിരുന്നിട്ടും പരിശുദ്ധീകരണാർത്ഥം ജലം സ്പർശിച്ച് അവ പ്രയോഗിക്കാനുള്ള മന്ത്രോച്ചാരണങ്ങളിൽ അവ മനസ്സിനെ ഏകാഗ്രമാക്കി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ആ സമയത്ത് അശ്വത്ഥമാവ് എന്ത് ചെയ്യുന്നു? ആചമനം ചെയ്യുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഈ അണുവായുധം അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചേ പറ്റൂ. അതുകൊണ്ട് അദ്ദേഹം ആചമനം എല്ലാം ചെയ്ത് ഇനി ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലുവാണ്. അപ്പോൾ ഈ അണുവായുധം ഇവിടെ ഇന്നത്തെ കാലത്തെ അണുവായുധം പോലെയുള്ള ഒരു സംഭവമല്ല. ഇതെല്ലാം സൂക്ഷ്മമായിട്ടുള്ളതാണ്. മന്ത്രങ്ങളിലൂടെ അതിനെ ആക്ടിവേറ്റ് ചെയ്യും. മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഇതെല്ലാം ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ അശ്വത്ഥമാവന് അത് അറിയാം, ദ്രോണാചാര്യ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അത് പ്രയോഗിക്കാൻ അറിയാം, തിരിച്ചെടുക്കാൻ അറിയില്ല. കാര്യം ഇത് ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചെടുക്കേണ്ട സംഭവമാണ്. എവിടേക്കാണോ നമ്മൾ ഈ ബ്രഹ്മാസ്ത്രം അയക്കുന്നത് അതൊരു ടാർഗറ്റിലേക്ക് നമുക്ക് വിടാം. അല്ലാതെ അണുവായുധത്തിൻ്റെ പ്രശ്നം എന്താണ്? അത് പ്രഭാത് ഇനി വരാൻ പോകുന്ന ഭാവാർത്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതായത് അണുവായുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും, ജപ്പാനിൽ നടന്നിട്ടുള്ളത് ഒരുപാട് വർഷങ്ങൾ മുമ്പ് ആറ്റം ബോംബ് ഇട്ട സമയത്ത് രാജ്യം മുഴുവനും പോയി. അതായത് 2-3 സിറ്റികളാണ് നശിച്ചത്, അല്ലെങ്കിൽ സ്റ്റേറ്റുകളാണ് നശിച്ചത് ഒറ്റയടിക്ക്. രാജ്യം ജപ്പാൻ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അണുവായുധം വളരെ ഡേഞ്ചറസ് ആണ്. അത് ടാർഗറ്റ് ഓറിയൻറ്റഡ് അല്ല. കാര്യം ഈവൻ നിഷ്കളങ്കരായിട്ടുള്ളവരെയും കൊല്ലുന്നു അത്. അല്ലാതെ ഒരു വ്യക്തിയെ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ ബ്രഹ്മാസ്ത്രം അങ്ങനെയല്ല. ബ്രഹ്മാസ്ത്രം നമുക്കൊരു ടാർഗറ്റിലേക്ക് വിടാം. വേറെ ആരെയും ഉപദ്രവിക്കില്ല. അവിടെ പോയി വേണ്ട കാര്യം സാധിച്ച് അതിനെ തിരിച്ചെടുക്കുകയും വേണം. തിരിച്ചെടുക്കാൻ എടുക്കേണ്ട ഒരു ജോലിയും കൂടെ വിടുന്ന ആൾക്കുണ്ട്. എന്നാൽ അശ്വത്ഥമാവന് തിരിച്ചെടുക്കാൻ അറിയില്ല. അദ്ദേഹത്തിന് പ്രയോഗിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇതാണ് പ്രശ്നം പറ്റിയത് അദ്ദേഹത്തിന്. എന്നാലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം അത് ഉപയോഗിക്കുന്നു. ഇനി എന്ത് സംഭവിക്കുന്നു നോക്കാം. ശ്ലോകം 21. തഥാ പ്രാദുഷ്കൃതം തേജ പ്രചണ്ഡം സർവതോ ദിശം പ്രാണാപദം അഭിപ്രേക്ഷ്യ വിഷ്ണും ജിഷ്ണുർ ഉവാച. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 21. തദപ്രാദുഷ്കൃതം തേജഃ പ്രചണ്ഡം സർവതോ ദിശം പ്രാണാപദമഭിപ്രേക്ഷ്യ വിഷ്ണും ജിഷ്ണുരുവാചകാം. ഭാവാർത്ഥം ജയശ്രീ പ്രഭാത് കീജയ്. തദനന്തരം ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം സർവദിശകളിലും പ്രസരിച്ചു. സ്വജീവൻ അപകടത്തിലാണെന്ന് അർജുനൻ ഭയപ്പെടും വിധം അത് തീക്ഷ്ണമായിരുന്നു. ആകയാൽ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനെ അഭിസംബോധന ചെയ്യാൻ ആരംഭിച്ചു. ഹരേ കൃഷ്ണ. പ്രഭുജി. അർജുനൻ ഇത് കാണുന്നു. അർജുനന് മനസ്സിലായി ഇത് പ്രശ്നമാണെന്നുള്ളത്. അദ്ദേഹം നോക്കുമ്പോൾ ഇതിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൻ്റെ വെളിച്ചം എല്ലായിടത്തും പടർന്നു. അദ്ദേഹത്തിന് മനസ്സിലായി അപകടം വരുന്നു, എന്തോ ഒരു വലിയൊരു അപകടമാണ് വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ അർജുനൻ ഭഗവാനോട് പറയുവാൻ പോകുന്നു. ഭഗവാനെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് ഇനി പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. അർജുനൻ്റെ പ്രാർത്ഥനയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം. മനോഹരമാണ്. അർജുനോ വാച 22. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ത്വം ഏകോ ദഹ്യമാനാനാം അപവർഗോസ്മി സംശ്രുതേ. ജയന്തി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. ഓ നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്തനാമാ ഭയങ്കരാം ത്വമേക ദഹ്യമാനാനാം അപവർഗോസി സംശ്രുതേ. വിവർത്തനം ശ്രീലപ്രഭാത് കി ജയ്.
അർജുനൻ അരുളി ചെയ്തു, അല്ലയോ ഭഗവാനെ കൃഷ്ണ, അങ്ങ് സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. അങ്ങയുടെ വിഭിന്ന ശക്തികൾക്ക് യാതൊരു പരിധിയുമില്ല. ആകയാൽ അങ്ങയുടെ ഭക്തരുടെ ഹൃദയത്തിൽ നിർഭയത ഉത്തരോത്തരമായി പ്രവേശിപ്പിക്കാൻ സർവദാ സമർത്ഥൻ അങ്ങ് മാത്രമാണ്. ഭൗതിക ക്ലേശങ്ങളെ അഗ്നിജ്വാലകളാൽ തപിക്കുന്ന ഏവരും പരിത്രാണ മാർഗം കണ്ടെത്തുന്നതും അങ്ങയിൽ മാത്രമാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഇവിടെ അർജുനൻ കൃഷ്ണനെ എങ്ങനെയാ അഭിസംബോധന ചെയ്യുന്നത്? 2 പ്രാവശ്യം വിളിക്കുന്നു, കൃഷ്ണ 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 കൃഷ്ണ. അപകടം വന്നപ്പോൾ വേറെ ആരുമില്ല നമ്മളെ രക്ഷിക്കാൻ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഭഗവാൻ കൃഷ്ണനെ വിളിക്കുന്നു ഉറക്കെ, കൃഷ്ണ കൃഷ്ണ. ഭക്താനാം അഭയങ്കര, ഭക്തർക്ക് അഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയമില്ലാത്തൊരവസ്ഥ കൊടുക്കാൻ സാധിക്കുന്നത് ഭഗവാന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ആരാണോ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് അവർക്കൊരു ഭയമില്ല, അവർക്ക് ഒരു ഭയവുമില്ല. മാത്രമല്ല ഇവിടെ പറയുന്നു, അങ്ങേക്ക് മാത്രമേ മുക്തി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഭൗതിക ലോകത്തിലെ ഈ ഒരു ഭവമഹാസാഗരത്തിൽ നിന്ന് രക്ഷ നേടാൻ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങേക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കൂട്ടത്തിൽ ഭക്തർക്ക് അഭയം കൊടുക്കുന്നു, എല്ലാവിധ ഭയവും അവരിൽ നിന്ന് മാറ്റുന്നു. അത് അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അർജുനൻ നമ്മളെ പഠിപ്പിക്കുന്നു, അപകടങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അപകടങ്ങൾ വരുമ്പോൾ മാത്രമല്ല, ഒരു ഭക്തൻ എപ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. ഇവിടെ അർജുനൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കാം. പെട്ടെന്ന് ഒരു അപകടം മുന്നിൽ വരുവാണ്. ആക്ച്വലി അശ്വത്ഥാമാവിനെ അങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി അദ്ദേഹം പോയതാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് അർജുനൻ്റെ ജീവനൊരു പ്രശ്നം വരുമെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ ഉടനെ തന്നെ ഒന്നും വേറെ ആലോചിക്കുന്നില്ല, ഭഗവാനെ വിളിക്കുന്നു. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധു കന്യാപതേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്ര കരുണ പാരീണ ഹേ മാധവ ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരു ഹേ പുണ്ടരീകാക്ഷമാം ഹേ ഗോപി ജനനാഥ പാലയ പരം ജാനാമി ന ത്വം വിന. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ. ഗോപാലൻ ഭഗവാൻ, കൃപാജലനിധേ. ഭഗവാനെ പോലെ കൃപയുള്ളവർ ആരുമില്ല. അതായത് അദ്ദേഹത്തെ പറയുന്നു, ഒരു മഹാസാഗരം, കൃപയുടെ സാഗരമാണ്. സിന്ധു കന്യാപത്തെ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നു. കംസനെ അന്തകൻ ആണ്. ഗജേന്ദ്ര കരുണപാരണ, ഗജേന്ദ്രനെ രക്ഷിച്ചിട്ടുള്ള ഭഗവാൻ. രാമാനുജ, ബലരാമൻ്റെ അനുജൻ. ജഗത്രയ ഗുരു, ഈ 3 ലോകങ്ങളുടെയും ഗുരു. പുണ്ടരീകാക്ഷ, നമുക്കറിയാം ഭഗവാൻ. ഗോപിജനനാഥ പാലയ പരം. ഗോപികമാരുടെ നാഥനായിട്ടുള്ള പാലയപരം, ഓ ഭഗവാനെ രക്ഷിച്ചാലും അങ്ങല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, എനിക്ക് വേറെ ഒന്നും അറിയില്ല. ജാനാമി നത്വം നാത്വാമിന, അങ്ങല്ലാതെ എനിക്ക് ആരെയും അറിയില്ല. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങ് മാത്രമേ ഉള്ളൂ എൻ്റെ രക്ഷ. രക്ഷിഷ്യതേ വിശ്വാസോ, ഭഗവാൻ മാത്രമേ ഉള്ളൂ നമ്മളെ രക്ഷിക്കാൻ. ഏത് സാഹചര്യമാവട്ടെ നമുക്ക് രക്ഷയ്ക്കായി ഭഗവാനുണ്ട്. ഇവിടെ നമ്മൾ അർജുനൻ ശരീരം അദ്ദേഹത്തിൻ്റെ ഞാൻ മരിക്കും എന്നെ കൊല്ലുമെന്നുള്ളൊരു പേടിയല്ല, അങ്ങനെ ഒരു പേടിയെ കൊണ്ടല്ല. ഓക്കെ, അങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അല്ല, നാച്ചുറലി ഒരു ശുദ്ധഭക്തൻ അങ്ങനെയാണ്. അവർ വിളിക്കുന്നത് ഭഗവാനെ ആയിരിക്കും. അങ്ങനെ നാച്ചുറലി അർജുനൻ വിളിക്കുന്നതാണ്. അല്ലാതെ അർജുനൻ എന്താണ് പറഞ്ഞത് കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ്? അദ്ദേഹം പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ ആയുധമൊന്നും ഇല്ലാതെ നിൽക്കാം, അവർ വന്ന് എന്നെ കൊന്നുപോയിക്കോട്ടെ, കുഴപ്പമില്ല. ഇതായിരുന്നു അർജുനൻ പറഞ്ഞത്. അർജുനന് മരിക്കാൻ പേടിയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അതായത് പെട്ടെന്ന് ഒരു അപകടം വരുന്ന സമയത്ത് ഉടനെ തന്നെ ഭഗവാനെ വിളിക്കുന്നത് കാണുന്നു. അല്ലേ? ഇനി മുന്നോട്ട് നമ്മൾ ഉത്തരാദേവിയും വിളിക്കുന്നത് കാണാം. കുറച്ച് ശ്ലോകങ്ങൾ മുന്നോട്ട് നമ്മൾ പഠിക്കും. ദ്രൗപദി ദേവി വിളിച്ചിട്ടുണ്ട് ഭഗവാനെ, ഇല്ലേ?
കുരുസഭയിൽ വെച്ച് ദ്രൗപദി ദേവി ഉറക്കെ വിളിച്ചിട്ടുണ്ട്, അഗ്രേ അഗ്രേ കുരുനാം അധ പാണ്ഡവാനാം ദുഃശാസനേന ഹൃദവസ്ത്രകേശ കൃഷ്ണ തദോ ക്രോശദനന്യനാഥ ഗോവിന്ദ ദാമോദര മാധവേതി. ശ്രീകൃഷ്ണ വിഷ്ണു മധുകൈടപാരേ ഭക്താനുകമ്പിൻ ഭഗവൻ മുരാരേ ത്രായസ്യ മാം കേശവലോകനാഥ ഗോവിന്ദ ദാമോദര മാധവേതി. ദ്രൗപദി ദേവി വിളിക്കുന്നുണ്ട്, കൃഷ്ണ. ദുശാസനൻ മുടി പിടിച്ച് വലിച്ച് സഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗോവിന്ദ ദാമോദര മാധവ, ഭഗവാൻ അവിടെ വന്നു. നാച്ചുറലായിട്ടുള്ള വിളിയാണ് ഭക്തരുടെ. അത് പേടിച്ചിട്ടോ അല്ലെങ്കിൽ അവരൊക്കെ എനിക്ക് എൻ്റെ ആ ഒരു രക്ഷ രക്ഷിക്കും ഭഗവാൻ തീർച്ചയായിട്ടും. പക്ഷേ നമ്മളിതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണ്? ഇങ്ങനെയുള്ള ഭക്തർക്ക്, അവർ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ഭക്തരാണ്, അവരുടെ കൂടെ ഭഗവാൻ ഉണ്ട്, നമ്മളെപ്പോലുള്ള ആളുകൾ. അപ്പോൾ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ ഭക്തരായിട്ടുള്ള ദ്രൗപദിയും അർജുനനും ഇനി കുറച്ച് കഴിഞ്ഞാൽ ഉത്തരാദേവിയും ഒക്കെ ഭഗവാനെ വിളിക്കുന്നത് കാണാം അപകടങ്ങൾ വരുമ്പോൾ. പരിശുദ്ധ ഭക്തരവും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗജേന്ദ്രന് വേറെ ജന്മത്തിൽ ഭക്തനായിരുന്നു, പക്ഷേ മൃഗമായിരിക്കുന്ന ആനയുടെ ശരീരത്തിലുള്ളപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയില്ല. പക്ഷേ അദ്ദേഹം ഓർത്തതിന് ശേഷമാണ് അദ്ദേഹം ഇത് സ്തുതിക്കുന്നത്. ആ സമയത്തും ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതുവരെ അദ്ദേഹം വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഓർമ്മ വന്നപ്പോൾ വിളി തുടങ്ങി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ശുദ്ധഭക്തരായിട്ടും അവർ ഭഗവാനെ വിളിക്കുന്നു. ഒന്നുമല്ലാതെ നമുക്കാണ് കൂടുതൽ ആവശ്യം. നമ്മൾ എവിടെ എത്തിയിട്ടില്ല, നമ്മൾ എവിടെയോ അല്ല, വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. അനർത്ഥങ്ങളെല്ലാം ഉള്ളിൽ വെച്ച് നടക്കുന്ന, അല്ലെങ്കിൽ അതെല്ലാം സാഗരം പോലെ ഉണ്ട് നമ്മുടെ കൂടെ. എന്നിട്ടും നമ്മൾ വിളിക്കുന്നില്ല. അപ്പോൾ അവരെക്കാൾ കൂടുതൽ വിളിക്കേണ്ട ആവശ്യം നമുക്കാണുള്ളത്. പക്ഷെ നമ്മൾ വിളിക്കാൻ തയ്യാറല്ല. കാര്യം എന്തോ മടി, അല്ലെങ്കിൽ എനിക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നോ, അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ മിഥ്യാഹങ്കാരം കൊണ്ടോ ഭഗവാനെ ആശ്രയിക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ പരിശുദ്ധ ഭക്തരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു, ഏത് സാഹചര്യത്തിലും ഭഗവാനെ ആശ്രയിക്കുവർ. സന്തോഷം വരട്ടെ ഭഗവാനെ ആശ്രയിക്കും, ദുഃഖം വരട്ടെ ആശ്രയിക്കും, അപകടം വരട്ടെ ആശ്രയിക്കും. പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്നവർ, ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അവർ. ഓക്കെ, സമയമായി. ബാക്കി നമ്മുടെ അർജുനൻ്റെ പ്രാർത്ഥന നമുക്ക് നാളെ കാണാം, ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ. മനോഹരമായിട്ടുള്ള കുറച്ച് സെക്ഷനാണ്. ഇനി മുന്നോട്ടും നമുക്ക് ഈ ഒരു അധ്യായത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. ദ്രൗപദി ദേവിയെക്കുറിച്ച് പറയുന്നു, ഉത്തര ദേവി അതിനുശേഷം അടുത്ത അധ്യായത്തിൽ ഉത്തര പരിഷത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഓടി വരുന്നുണ്ട്. അതിനുശേഷം വളരെ ഫേമസ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള കുന്തി സ്തുതിയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ അതിന് എല്ലാവരും കാത്തിരിക്കുക, ഞാനും കാത്തിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഈ അർജുനന്റെ സ്തുതി ഒന്ന് ഗ്രൂപ്പിലിട്ട് തരുമോ? ഇപ്പൊ പ്രഭു ചൊല്ലിയത് അർജുനന്റെ സ്തുതി ഇത് ശ്ലോകത്തിലുള്ള ഭാഗത്തിലുള്ളതാണോ? അല്ല ഇപ്പൊ അല്ലാതാ പ്രഭു ചൊല്ലിയത്. അത് ഞാൻ വേറെ ചൊല്ലിയതാണ്. അർജുനനെ സ്തുതിച്ചതല്ല. ഒന്ന് പറ്റുന്നെങ്കിൽ ഒന്ന് ശരി 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 ആയിക്കോട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒന്ന് ചൊല്ലിയത് മുകുന്ദമാലയിൽ നിന്നും, ഒന്ന് ഗോവിന്ദ ദാമോദര സ്തോത്രത്തിൽ നിന്നാണ് പാടിയത്. യെസ് പ്രഭു, സോറി പ്രഭു. അപ്പൊ പ്രഭു ഇതുപോലെയൊക്കെ പറഞ്ഞ അതെല്ലാം നമുക്ക് കൊണ്ടുവരണം. മുകുന്ദമാല ഇത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കണം. ഹരേ കൃഷ്ണ. മുകുന്ദമാല വളരെ മനോഹരമാണ് പ്രഭു. ഭാഗവതം കഴിഞ്ഞിട്ട് എനിക്കറിയില്ല, ഭാഗവതം കഴിയാൻ ഇനി എത്ര സമയമുണ്ട്? അതിപ്പോ നിസ്സാരം, ഇപ്പൊ 3-4 വർഷം കഴിഞ്ഞാൽ തീരുമല്ലോ പ്രഭു. ഉടനെ തന്നെ എടുത്തു തുടങ്ങാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും വരിക പ്രഭുജി, നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടണം, യാതൊരു തടസ്സവും കൂടാതെ. സോ പ്രഭുജിയോടും
പ്രഭുജിയുടെ കുടുംബത്തോടും നമ്മൾ ആദരപൂർവ്വം 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 രാമ ഹരേ 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 രാമ രാമ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. 2 മിനിറ്റ്. ഹരേ കൃഷ്ണ പ്രഭുജി, സംശയമുണ്ട്. അത് വലിയ സംശയമാണ്. അത് നാളെ ബാക്കിയൂടെ കേട്ട് കഴിഞ്ഞ് ചോദിക്കുന്നില്ലേ നല്ലത്? അതിന്റെ ബാക്കിയായിട്ടൂടെ വരും. അപ്പോൾ അങ്ങനെ പ്രഭുവിന് തോന്നുന്നുണ്ടെങ്കിൽ നാളെ ചോദിച്ചാൽ മതി. ഹരേ കൃഷ്ണ, നാളെ ചോദിക്കാം. ശരി, താങ്ക് യു. വേറെ ഒന്നും ഇല്ലാത്ത ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പഞ്ചകൽപ്പ പ്രഭു, ഒരു സങ്കടമുണ്ട് പ്രഭു. കാരണം ഒരുപാട് കേൾക്കാതെ പോയി. സോറി, മനസ്സിലായില്ല മാതാജി. ഞങ്ങൾക്ക് ഇവിടെ നെറ്റ് കുറവായിരുന്നു, ഒരുപാട് കേൾക്കാതൊക്കെ പോയി, സങ്കടമായി പോയി. അത് കുഴപ്പമില്ല, റെക്കോർഡിംഗ് ഉണ്ട് മാതാജി കേട്ടോ. റെക്കോർഡിംഗ്. ശരി ശരി പ്രഭു. പഞ്ചകൽപതരൂപേശ കൃപാ സിന്ധുപേവച പതിതാനാം വൈഷ്ണവേഭ്യോ നമോ നമഃ. കോടി വൈഷ്ണവൃന്ദ की नाम संकीर्तन की हरे कृष्णा महामंत्र की श्रील प्रभुपाद की